എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും NDAയുടെ ചെയർമാനുമായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തോടൊപ്പം പ്രൊഫസർ അബ്ദുൽ സലാം പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ പങ്കെടുക്കുന്നുണ്ട്. ഈ പത്രസമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് BJPയിലേക്ക് ഇന്ന് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് BJPയിലേക്ക് എത്തിയിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന്, CPMൽ നിന്ന്, CPIയിൽ നിന്ന് ഉൾപ്പെടെ ആയിരക്കണക്കിന് ആൾക്കാർ പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലം വരെ പാർട്ടിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. KPCC ജനറൽ സെക്രട്ടറിമാർ, KPCC സെക്രട്ടറിമാർ, യൂത്ത് കോൺഗ്രസിൻ്റെ ചുമതലപ്പെട്ട ആൾക്കാർ, അങ്ങനെ നിരവധി ആൾക്കാർ എത്തിയതായിട്ട് മാധ്യമ സുഹൃത്തുക്കൾക്കറിയാം. അതോടൊപ്പം തന്നെ മുൻ MLAമാർ, നിലവിലുള്ള MLA, അങ്ങനെയുള്ള ഇടതുപക്ഷ നേതാക്കന്മാരും ഇന്ന് BJPയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, കോൺഗ്രസിൻ്റെ ജില്ലാ നേതാക്കന്മാർ, CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, CPMൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ തുടങ്ങി നിരവധി ആൾക്കാർ BJPയിൽ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഏറെ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് BJPയോടൊപ്പവും NDAയോടൊപ്പവും നിൽക്കുക എന്നുള്ളത് ഇന്ന് കേരളത്തിന് ബോധ്യം വന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ദശാബ്ദങ്ങളായിട്ട് 40-30 വർഷമായി CPMൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃനിരയിൽ നിന്ന് ജനകീയരായിട്ടുള്ള നേതാക്കന്മാർ BJPയിലേക്ക് എത്തുന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യം BJPയാണ്, NDAയാണ് എന്നതിൻ്റെ തിരിച്ചറിവാണ്. പക്ഷേ ഇതിൽ വിഭ്രാന്തരായിട്ടുള്ള ചില CPM നേതാക്കന്മാർ അതിനോട് പ്രതികരിക്കുന്നത് വളരെ മ്ലേച്ഛകരമായിട്ടാണ്, വളരെ അപഹാസ്യകരമായിട്ടാണ് BJPയിലേക്ക് വരുന്ന നേതാക്കന്മാർക്കെതിരെ പ്രതികരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ CPMൻ്റെ നേതാവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ അധ്യക്ഷനുമായിട്ടുള്ള ഒരു സഖാവ് സുരേഷ് കുമാർ എന്ന് പറയുന്ന CPM നേതാവ് പറഞ്ഞിരിക്കുന്നത് ശ്രീ K അജിത്ത്, മുൻ MLA K അജിത്ത് വൈക്കത്ത്, അതോടൊപ്പം തന്നെ ശ്രീ S രാജേന്ദ്രൻ ഇടുക്കിയിൽ, അതുപോലെ തന്നെ ശ്രീ CC മുകുന്ദൻ എന്നിവർ BJPയിലേക്ക് വന്നതിനെ സംബന്ധിച്ച് ചർച്ചയിൽ പരാമർശിക്കപ്പെട്ടപ്പോൾ ആ സമയത്ത് പറഞ്ഞത് അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ കിടക്കില്ല എന്ന ജാതീയമായിട്ടുള്ള അധിക്ഷേപം CPMൻ്റെ നേതാക്കന്മാർ നടത്തിയിരിക്കുകയാണ്. അവരുടെ ഏറ്റവും തരം താണ ജാതീയ അധിക്ഷേപം CPM നേതാക്കന്മാർ പൊതുവേദികളിൽ, ചാനൽ ചർച്ചകളിൽ നടത്തി ഈ കേരളത്തിലെ പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക, ദളിത് വിഭാഗങ്ങളെ അങ്ങേയറ്റം അധിക്ഷേപിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ BJP NDA നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ഈ അധിക്ഷേപം ഒരു സമൂഹത്തിന് നേരെയുള്ള സാമൂഹ്യ അധിക്ഷേപമായിട്ടാണ് BJP കാണുന്നത്. യഥാർത്ഥത്തിൽ MV ഗോവിന്ദൻ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാപ്പ് പറയുകയാണ് കേരളത്തിൽ വേണ്ടത്. പിണറായി വിജയൻ മാപ്പ് പറയണം. CPM നേതാക്കന്മാർ ഒരു കാലത്ത് CPMൻ്റെ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചിരുന്ന പട്ടികജാതി, പുലയ വിഭാഗം, പട്ടികജാതി വിഭാഗം, പട്ടികവർഗ വിഭാഗം, പിന്നാക്ക വിഭാഗം, ആ പിന്നോക്ക വിഭാഗത്തെ മുഴുവൻ അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ കിടക്കില്ല എന്ന അധിക്ഷേപ വാക്ക്, ജാതീയ അധിക്ഷേപ വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ പിണറായി വിജയനും MV ഗോവിന്ദനും കേരളത്തിലെ പൊതുസമൂഹത്തിനോട് മാപ്പ് പറയണമെന്ന് BJP ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് BJP മുന്നോട്ട് വരും, NDA മുന്നോട്ട് വരും, പൊതുസമൂഹവും മുന്നോട്ട് വരണമെന്നാണ് BJPക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.
ഇത് പറഞ്ഞുകൊണ്ട് BJP-യിലേക്ക് പുതുതായിട്ട് കടന്നു വന്ന ഞങ്ങളുടെ നേതാക്കന്മാരെ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. അത് സ്വീകരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ്. ആദ്യമായിട്ട് എനിക്ക് ഇവിടെ പരിചയപ്പെടുത്താനുള്ളത് ശ്രീ BS അനൂപ് എന്ന യുവ നേതാവിനെയാണ്. ആ BS അനൂപിനെ ഇന്ന് കേരളത്തിന് സുപരിചിതമാണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ നിരവധി പോരാട്ടങ്ങളിലെ തിരുവനന്തപുരത്തെ മുഖമായിരുന്നു ശ്രീ BS അനൂപ്. BS അനൂപ് കേരളത്തിൽ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു പിന്നോക്ക പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ്. പട്ടികജാതി വിഭാഗത്തെ കോൺഗ്രസുമായിട്ട് അടുപ്പിക്കുന്നതിന് കഴിഞ്ഞ 2 ദശാബ്ദക്കാലമായിട്ട് ഏറെ പണിപ്പെട്ട ഒരു പ്രവർത്തകനാണ് ശ്രീ BS അനൂപ്. അദ്ദേഹം ദളിത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചിറയിൻകീഴ് അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ BS അനൂപ് മത്സരിച്ചിരുന്നു. ഏകദേശം 10,000-ഓളം വോട്ടിന്റെ വ്യത്യാസത്തിലാണ് അവിടെ പരാജയപ്പെട്ടത്. ശ്രീ BS അനൂപ് കോൺഗ്രസിന്റെ ദളിത് പീഡനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നമ്മളോടൊപ്പം ശ്രീ RS അരുൺരാജ്. RS അരുൺരാജ് 3 പ്രാവശ്യം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, 3 ടേം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന യുവ നേതാവാണ്. കേരളത്തിലെ യുവജന പോരാട്ട വീഥിയിൽ അരുൺരാജിന്റെ മുഖം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. എത്രയോ വർഷങ്ങളായിട്ട് യുവാക്കളുടെ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന നേതാവ്. യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം കൊല്ലം മേഖലയിലെ അനിഷേധ്യനായിട്ടുള്ള നേതാവ് എന്ന നിലയിൽ ശ്രദ്ധേയനായിരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ KPCC-യുടെ എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന നിലയിലും പ്രഖ്യാപിക്കപ്പെടാത്ത KPCC-യുടെ സംസ്ഥാന സെക്രട്ടറിമാരുടെ പട്ടികയിൽ ഉള്ള ആളുമാണ് ശ്രീ RS അരുൺരാജ്. ശ്രീ RS അരുൺരാജ് ചടയമംഗലം സ്വദേശിയാണ്. അദ്ദേഹം ഇന്നു മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനായിട്ട് മാറുകയാണ്. 2 സഹപ്രവർത്തകരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. അദ്ദേഹത്തെ ഷോൾ അണിയിക്കുന്നതിന് വേണ്ടി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ. രണ്ടുപേർ ഞങ്ങളോടൊപ്പം ചേരുമ്പോൾ 2000 പേർ മനസ്സുകൊണ്ട് ഞങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഞങ്ങളോടൊപ്പം നേരിട്ട് വന്ന് പാർട്ടിയിൽ അംഗത്വം എടുക്കാൻ കരുത്ത് കാണിക്കുന്ന ഇതുപോലെയുള്ള കുറേ ആൾക്കാരുണ്ട്, നേതാക്കന്മാർ ഉൾപ്പെടെ. പക്ഷെ മനസ്സുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്തു കഴിഞ്ഞ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്നുണ്ട്. ആ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പ്രത്യക്ഷ പ്രതീകമാണ് ഇതുപോലെയുള്ള നേതാക്കന്മാർ. അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിൽ നേരിട്ടും മനസ്സുകൊണ്ടും അംഗത്വം എടുത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരെ അഭിവാദ്യം ചെയ്യുന്നു. നമ്മളോട് സംസാരിക്കുന്നതിനായി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവേട്ടനെ ക്ഷണിക്കുന്നു. സംസാരിക്കട്ടെ അല്ലേ? ശ്രീ BS അനൂപ് ആദ്യം സംസാരിക്കും. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഏറ്റവും പ്രിയങ്കരനായ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ചന്ദ്രശേഖരൻ അവരുകൾ ഉൾപ്പെടെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ നേതാക്കന്മാരെ, എന്നെ സംബന്ധിച്ച് ആമുഖമായ വിവരണം ബഹുമാന്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറയുകയുണ്ടായി. കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും വേണ്ടി തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ വിയർപ്പും രക്തവും കൊടുത്ത് ആ പാർട്ടിയെ സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ നമ്മൾ ഉറച്ചു നിന്നിട്ടുള്ളവരാണ്. പക്ഷേ നേതൃത്വം കാലാകാലങ്ങളിൽ കാണിക്കുന്ന അനീതി നമ്മളെ ഈ പ്രസ്ഥാനത്തു നിന്നും ചവിട്ടി പുറത്താക്കുന്ന തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നേതൃത്വം എടുക്കുന്ന തെറ്റായ തീരുമാനത്തെ ചൂണ്ടിക്കാണിച്ചാൽ ആ ചൂണ്ടിക്കാണിക്കുന്നവരെ എങ്ങനെയാണ് പുറത്താക്കുന്നതിനുള്ള റിസർച്ച് നടത്തുന്ന ഒരു പഠന കേന്ദ്രമായി കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുകയാണ്. ഞാൻ ചിറയൻകീഴ് സ്വദേശിയാണ്. ഞാൻ എൻ്റെ 23ാമത്തെ വയസ്സിലാണ് ആദ്യമായി ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് അംഗമായി കടന്നു വരുന്നത്. അതും ജനറൽ സീറ്റിൽ മത്സരിച്ചാണ് ആദ്യമായി കടന്നു വരുന്നത്. ഒരു കാലത്തും ആ പ്രദേശത്ത് ഒരു കോൺഗ്രസ്സുകാരൻ ജയിക്കാത്തൊരു പ്രദേശമായിരുന്നു എൻ്റെ പ്രദേശം. പിന്നീട് 2 തവണയും ഞാൻ ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് അംഗമായി ജനറൽ സീറ്റിൽ നിന്നാണ് മത്സരിച്ചത്.
അവിടെയൊക്കെ പാർട്ടി സംവിധാനങ്ങൾ ഇല്ലായിരുന്നു. അവിടെയൊക്കെ പാർട്ടി സംവിധാനം ഉണ്ടാക്കിയിട്ടാണ് മത്സരിച്ച് ജയിച്ചു വന്നത്. ഇപ്പോൾ നിലവിൽ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയാണ് ചിറയൻകീഴ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചിറയൻകീഴ് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയായിരുന്നു. ഏതാണ്ട് 14,000 വോട്ടിനാണ് ഞാൻ അന്ന് പരാജയപ്പെട്ടു പോയത്. അന്ന് ചിറയൻകീഴിൽ 8 ഗ്രാമപഞ്ചായത്തുകൾ ഉള്ളിടത്ത് 8 ഗ്രാമപഞ്ചായത്തിലും നാമമാത്രമായ അംഗങ്ങൾ മാത്രമായിരുന്നു UDF ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ എതിരായിരുന്നിട്ട് പോലും മികച്ച പോരാട്ടം നടത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ച് വളർന്ന ഒരാളാണ്. വിദ്യാഭ്യാസം മാതാപിതാക്കൾ തന്നതോടുകൂടിയാണ് ഒരു പക്ഷേ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചത്. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ നടത്തിയ നമ്മുടെ പോരാട്ടത്തെക്കുറിച്ച് ഞങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ഈ തവണ സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ എൻ്റെ നേതാക്കന്മാരും എൻ്റെ പ്രദേശത്തെ അല്ലെങ്കിൽ ചിറയൻകീഴിലെ ആപാലവൃത്തം ജനങ്ങളും ഞാൻ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കടന്നു വരുമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. അവരോട് നമ്മുടെ നേതാക്കന്മാരെല്ലാവരും അവരോട് ഉറപ്പും കൊടുത്തിരുന്നു. ഈ അവസാന നിമിഷം വരെയും ഉറപ്പ് കൊടുത്തിരുന്നു. അപ്പോൾ അവസാന നിമിഷമാണ് അവിടെ ഈ സംസ്ഥാനത്തെ ഒരു സ്ഥാനാർത്ഥി എല്ലാ പട്ടികജാതി സംവരണങ്ങളിലും മത്സരിക്കാൻ ഒരാളെ നിയോഗിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. അവിടെ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കാൻ അവിടുത്തെ പാർട്ടി പ്രവർത്തകരുടെ വികാരം മറന്നുകൊണ്ട് 14 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരിൽ 12 പേരും ഒരു കാരണവശാലും രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് രേഖാമൂലം അറിയിച്ചതാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ നിന്ന് പ്രസംഗിക്കുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയാണ്. മഹാത്മാ അയ്യങ്കാളിയുടെ പോരാട്ട വീര്യം നിറഞ്ഞ മണ്ണാണ് തിരുവനന്തപുരം ജില്ല. ആ ചരിത്ര പുരുഷൻ അന്തിയുറങ്ങുന്ന സ്ഥലമാണ്. അവിടെ ഞങ്ങൾ നേതാക്കന്മാരോട് പറഞ്ഞ കാര്യം, ഏറ്റവും കൂടുതൽ സാമുദായിക അംഗങ്ങൾ എല്ലാവരും തിരഞ്ഞെടുപ്പ് സമയത്ത് സാമുദായിക സന്തുലിതാവസ്ഥ ഉറപ്പാക്കാനുള്ള പോരാട്ടത്തിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെ ഏറ്റവും കൂടുതൽ ജനവിഭാഗമുള്ള പുലയ വിഭാഗമാണ്. അത് 2 സംവരണ മണ്ഡലങ്ങളുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ ആ വിഭാഗത്തെ പരിഗണിക്കണം. അത് പരിഗണിക്കാതെ പോയാൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ വലിയ വ്യത്യാസമുണ്ടാകും നമുക്ക്. അത് നേതൃത്വത്തോട് പറഞ്ഞതാണ് എൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ 14 ജില്ലയിലും ഈ പട്ടികജാതി വിഭാഗത്തിലെ വിഭാഗക്കാരെ അതിനെ പുലയ കമ്മ്യൂണിറ്റി എന്നോ തണ്ടാർ സർവീസ് സൊസൈറ്റി എന്നോ സിദ്ധനാഥ സഭ എന്നോ ഒന്നുമല്ല, പരിഗണന എല്ലാവർക്കും കൊടുക്കണം. ഞാനൊരു തുല്യനീതിക്കുള്ള പോരാട്ടത്തിലായിരുന്നു. ആ പറഞ്ഞതിൻ്റെ പേരിലാണ് എന്നെ കഴിഞ്ഞ കുറേ ദിവസമായി ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ ഏറ്റവും വലിയ ജനവിഭാഗമായ പുലയ സമുദായത്തെ ഒഴിവാക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു, അവരെ ഒഴിവാക്കരുത്. നിങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഒട്ടനവധി ദളിത് നേതാക്കന്മാർ ഇവിടെയുണ്ട്. ആ വിഭാഗത്തിലും മറ്റു വിഭാഗത്തിലുമൊക്കെ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പരിഗണിക്കണം. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഒരു നേതാക്കന്മാരെയും പരിഗണിക്കാൻ തയ്യാറാകില്ല. ആ അവസരത്തിലാണ് ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ചത്. നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി പരാതികൾ കൊടുത്തു. ആ പരാതികൾ കൊടുത്തിട്ട് പോലും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഏറ്റവും അവസാനം രമ്യ ഹരിദാസിനെ കെട്ടിയിറക്കാൻ തീരുമാനിച്ചു. രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഞാൻ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയായിരുന്നു. ഞാൻ അവിടുത്തെ വോട്ടറാണ്, ഞാൻ അവിടുത്തെ ജനപ്രതിനിധിയാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചിട്ട് പോലും ഇന്നേ വരെ എന്നെ ആ കമ്മിറ്റികളിൽ പോലും ഉൾപ്പെടുത്തുവാൻ നേതൃത്വം തയ്യാറാകുന്നില്ല. അപ്പോൾ എല്ലാ കാലത്തും അവഗണനയാണ്. ഈ അവഗണന സഹിച്ചുകൊണ്ട് എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയും? ആത്മാഭിമാനമുള്ളവരുടെ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന BJPയിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. നമുക്കറിയാം, ഇന്നലെ സൂചിപ്പിച്ചതുപോലെ, ഇന്നലെ ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനം സൂചിപ്പിച്ചത്, ഇത് തുല്യനീതിക്കുള്ള പോരാട്ടമാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടി യോജിപ്പിക്കുവാൻ ഇപ്പോൾ കോൺഗ്രസിന് കഴിയാത്ത സാഹചര്യമാണ്. ആ കഴിയാത്ത സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ഞാൻ അത്തരം കാര്യങ്ങളിൽ കടന്നു പോകുന്നു. ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങളെയൊക്കെ BJPയിലേക്ക് സ്വീകരിച്ചത് നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷനായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം ഈ നാട്ടിലെ പട്ടികജാതി വിഭാഗക്കാരെ മുഴുവൻ ആക്ഷേപിക്കുകയാണ്. ആർക്കാണ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തെ കൊണ്ട് ഇത്തരത്തിലുള്ള തോന്നിവാസം പറയിക്കുവാൻ? അടിമകളല്ല ഞങ്ങൾ ആരും. ഞങ്ങളെല്ലാവരും ആത്മാഭിമാനത്തോടു കൂടി ഈ സമൂഹത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഞങ്ങളെ ആക്ഷേപിക്കാൻ ശ്രമിച്ചാൽ ഒരു വിധത്തിലും അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷനായിരുന്ന ആളാണ്. അദ്ദേഹം പട്ടികജാതി വിഭാഗക്കാരുടെ ആനുകൂല്യം വാങ്ങിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തിയതാണ്. അദ്ദേഹമാണ് ബാക്കിയുള്ളവർ നമ്മുടെ ആവലാതികൾ കൊണ്ട്, നമ്മുടെ ഓരോ എടുക്കുന്ന നിലപാടുകൾ കൊണ്ടാണ് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. അവരെയൊക്കെ ആക്ഷേപിക്കേണ്ടത് ആരാണ് ഇദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? അദ്ദേഹം പരസ്യമായി മാപ്പ് പറയണം.
അല്ലെങ്കിൽ അദ്ദേഹം പട്ടികജാതി വിഭാഗത്തിന്റെ ആനുകൂല്യം പറ്റിക്കൊണ്ടാണ് ജില്ലാ പഞ്ചായത്തിലും മറ്റ് സംവിധാനങ്ങളിലും കടന്നു വരുന്നത്. അങ്ങനെയെങ്കിൽ ഇനി അദ്ദേഹം അങ്ങനെയൊന്നും കടന്നു വരുന്നില്ല, ഞാനൊക്കെ ജനറൽ സീറ്റിലേക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നത് അദ്ദേഹം തീരുമാനിക്കണം. അപ്പോൾ ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. ഈ അവഗണന ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹിച്ച് അവിടെ നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിൽ ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെയൊക്കെ ചങ്ക് പിടക്കുക, ഞങ്ങളുടെയൊക്കെ ശരീരത്തിൽ നിന്നും ഇത്രയും വർഷം 2000 തുടങ്ങിയ പോരാട്ടമാണ്. ഞങ്ങളുടെയൊക്കെ ചങ്ക് പിടഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ഇനിയും അവഗണന ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. എല്ലാവരോടും കമാൻഡ് ചെയ്യുന്ന തരത്തിലേക്കാണ് അവിടുത്തെ പ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ട് അതൊന്നും അംഗീകരിച്ചു പോകാൻ കഴിയുന്നില്ല. അത് മാത്രമാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. ശ്രീ അരുൺ രാജ്. ബഹുമാനായ BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ്, ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മറ്റ് BJPയുടെ നേതാക്കളെ, പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10 വർഷക്കാലമായി പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായി നിന്ന ഒരാൾ എന്നുള്ള നിലയിൽ സർക്കാരിനെ അധികാരത്തിൽ നിന്നും തൂത്തെറിയുവാൻ തക്കവണ്ണം ശേഷിയുള്ള അതിശക്തമായ യുവജന പ്രാതിനിധ്യമുള്ള, മണ്ഡലങ്ങളിൽ സ്വാധീനമുള്ള, ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുള്ള ഒരു പട്ടിക കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും പുറത്തിറക്കുമെന്ന് പ്രതീക്ഷിച്ചു നിന്ന ഒരു സാധാരണക്കാരനായ കോൺഗ്രസ് പ്രവർത്തകനാണ് ഞാൻ. പക്ഷേ വിസ്മയങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ കാത്തിരുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ ഞങ്ങൾ അസ്തപ്രജ്ഞരായിപ്പോയി. കാരണം 1996-2001 കാലഘട്ടത്തിലെ നായനാർ ഗവൺമെൻറ്റിനെതിരെ ശക്തമായ സമരങ്ങൾ നയിച്ച് 2001 ശ്രീ AK ആൻ്റണി ഗവൺമെൻറ്റിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ, 2006-2011 കാലഘട്ടത്തിൽ അച്യുതാനന്ദൻ ഗവൺമെൻറ്റിനെതിരെ അതിശക്തമായ സമരങ്ങൾ നയിച്ച് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെ അധികാരത്തിലേറ്റുവാൻ വേണ്ടി കഷ്ടപ്പെട്ട KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, കഴിഞ്ഞ 10 വർഷക്കാലമായി പിണറായി സർക്കാരിനെതിരെ കേരളത്തിൻ്റെ തിരുവോരങ്ങളിൽ പോരാട്ടം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് KSUവിൻ്റെയും നേതാക്കൾ, ജനസ്വാധീനമുള്ള, മണ്ഡലങ്ങളിൽ സ്വാധീനമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും നേതാക്കന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് അജ്ഞാനുവർത്തികളെയും അടിമകളായ നേതാക്കന്മാരുടെ അടിമകളായ ചില ആളുകളെയും മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് കുറേ സ്ഥിരമായി മത്സരിച്ച് തോക്കുന്ന, വല്ലപ്പോഴും മാത്രം ജയിക്കുന്ന കുറേ സ്ഥിരം മുഖങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്നലത്തേതോടുകൂടി കോൺഗ്രസിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും വലിയ വിരോധാഭാസം CPMൻ്റെ ആയ കാലത്ത് CPMന് വേണ്ടി പ്രവർത്തിച്ച് അധികാരത്തിൻ്റെ എല്ലാ ശ്രേണികളിലും എത്തി MLA-മാരായവർ, MP-മാരായവർ, ബോർഡിൻ്റെയും കോർപ്പറേഷൻ്റെയും ചെയർമാൻമാരായവർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായവർ ഉൾപ്പെടെയുള്ള ആളുകൾ. അതിലൊരാൾ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറയുന്നത് പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ, ശ്രീ G. സുധാകരൻ. 2 തവണ MLA-യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ശ്രീമതി ഐഷ പോറ്റി. പീഡനത്തിൻ്റെ തീവ്രത 2 ആഴ്ച മുമ്പ് വരെ ഞാനടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ അളന്നുകൊണ്ടിരുന്ന ശ്രീ PK ശശി. ഏറ്റവും വേദനാജനകമായ കാര്യം, കണ്ണൂർ ജില്ലയിലെ അക്രമ രാഷ്ട്രീയത്തിനും കണ്ണൂർ ജില്ലയിലെ കൊലപാതക രാഷ്ട്രീയത്തിനും ചുക്കാൻ പിടിച്ച നേതൃത്വം നൽകിയ CK ഗോവിന്ദനെയും കുഞ്ഞികൃഷ്ണനെയും പോലെയുള്ള CPMൻ്റെ ക്രിമിനലുകൾക്ക് കുടപിടിക്കുന്ന നേതാക്കന്മാരെ പിന്തുണച്ചുകൊണ്ടുള്ളൊരു പട്ടികയാണ് ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും ഇന്നലത്തേതോടുകൂടി പുറത്തുവിട്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ വളരെ വേദനയോടുകൂടി എല്ലാ യോഗങ്ങളിലും സംസാരിക്കുകയും ഞങ്ങളുടെ പാർട്ടി മീറ്റിങ്ങുകളിലും പബ്ലിക് മീറ്റിങ്ങുകളിലൊക്കെ പറയുകയും ചെയ്യുന്ന രക്തസാക്ഷികളുടെ പേരുകളുണ്ട്. കൃപേഷ്, ശരത്ലാൽ, ഷുഹൈബ്. അവരുടെയൊക്കെ കൊലയാളികൾക്ക് സംരക്ഷണം ഒരുക്കിയ, കണ്ണൂർ ജില്ലയിലെ അക്രമ രാഷ്ട്രീയത്തിനും കൊലപാതക രാഷ്ട്രീയത്തിനും ചുക്കാൻ പിടിച്ച ഈ നേതാക്കന്മാരെ പിന്തുണയ്ക്കുന്നതിലൂടെ അവരുടെ ആത്മാവിനോട് പോലും നീതി പുലർത്തുവാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കും കോൺഗ്രസ് പ്രസ്ഥാനത്തിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വേദനാജനകമായൊരു കാര്യമാണ്. ഇനിയിപ്പോൾ ആകാശ് തില്ലങ്കരിക്കും കൊടിസുനിക്കും കിർമാണി മനോജുമൊക്കെ പരവതാനി വിരിക്കുന്ന ചടങ്ങുകൂടി മാത്രമേ ഇനി കോൺഗ്രസ് പാർട്ടിയിൽ ബാക്കിയുള്ളൂ. ഇതൊന്നും കണ്ടു നിൽക്കുവാൻ ആത്മാർത്ഥതയുള്ള, പ്രവർത്തിക്കുന്ന, കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തകരോടൊപ്പം സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്ത ഒരു സമര പോരാളി, ഒരു സാധാരണക്കാരനായ കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഇനിയും ഇതൊന്നും കണ്ടു നിൽക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്നും വളരെയധികം വേദനയോടുകൂടി, ഹൃദയവേദനയോടുകൂടി, കാരണം ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പോലുമല്ല പുറത്തേക്ക് വരുന്നത്,
1992 മാരുവാനിയസ് കോളേജിൽ ഒരു KSU പ്രവർത്തകനായി കടന്നു വന്ന കാലഘട്ടം മുതൽ 34 വർഷക്കാലം എൻ്റെ ചോരയും വിയർപ്പും ഒഴുക്കിയ കേരള വിദ്യാർത്ഥി യൂണിയൻ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും സമര പോരാട്ടങ്ങൾ തിരുവനന്തപുരത്ത് ഇവിടെ ഇരിക്കുന്ന പല മാധ്യമപ്രവർത്തകർക്കും അറിയാം. നിരവധി തവണ ലാത്തി ചാർജ് ഏറ്റുവാങ്ങി SFIക്കാരുടെ ക്രൂരമായ മർദ്ദനത്തിനിരയായി പലതവണ ജയിൽവാസം അനുഭവിച്ച ഒരു KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് ഞാൻ. അപ്പോൾ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുക എന്നുള്ളൊരു തീരുമാനം എത്രമാത്രം ഹൃദയ വേദനാജനകമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, പറയണമെന്ന് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും പുറത്തേക്ക് പറയുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഞാൻ പാർട്ടിയിൽ നിന്നുള്ള എൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചിട്ടാണ് ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് BJP എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒറ്റ ഉത്തരമേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ഭരണാധികാരി, ഇന്ത്യയെ വികസനത്തിലേക്ക് നയിക്കുന്ന, ഇന്ത്യയിലെ ശതകോടി ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി കാണുന്ന, അവരുടെ നെഞ്ചിലേറ്റിയ ശ്രീ നരേന്ദ്രമോദിജിയുടെ വികസിത ഭാരതം എന്നുള്ള ആ സ്വപ്നം നെഞ്ചിലേറ്റി വികസിത ഭാരതത്തിനോടൊപ്പം വികസിത കേരളവും ഉണ്ടാകണമെന്നുള്ള ഒരു വിഷനോടുകൂടി വ്യക്തമായ ലക്ഷ്യവും പദ്ധതികളുമായി കേരളത്തിലേക്ക് പുരോഗതിയിലേക്കും വികസനത്തിലേക്കും നയിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്ത് നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ വേണ്ടി പരിശ്രമം നടത്തുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും ഒരു എളിയ ജനാധിപത്യ വിശ്വാസി എന്നുള്ള രീതിയിൽ പിന്തുണ നൽകണം എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഞാൻ BJPയിലെ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. കപട മതേതരത്വം പറഞ്ഞ് ഭൂരിപക്ഷ സാമുദായിക നേതാക്കന്മാരുടെ വീടുകളിൽ കടന്നു ചെല്ലുന്നതൊരു തെറ്റാണ് എന്ന് പരസ്യമായി പറയുകയും രഹസ്യമായി ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയും ജമാഅത്തെ ഇസ്ലാമിയും SDPയെയും പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്രവാദ സംഘടനകളുമായി രഹസ്യ ബാന്ധവം പുലർത്തുകയും ചെയ്യുന്ന ഇടത് വലത് മുന്നണികളുടെ ആശയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് വികസനം മാത്രം, കപട മതേതരത്വം മാറ്റിവെച്ചുകൊണ്ട് വികസനം മാത്രം, സങ്കുചിതമായ സാമുദായിക മത താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് വികസിത കേരളം എന്നുള്ള ഒരു സ്വപ്നവുമായി ആ ലക്ഷ്യത്തിലേക്ക് ഈ കേരളത്തിലെ ജനങ്ങളെ കൈപിടിച്ചുയർത്തുവാൻ പരിശ്രമിക്കുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയോടൊപ്പം BJPയിൽ പ്രവർത്തിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. എന്നെ സ്വീകരിച്ച BJP നേതൃത്വത്തിന്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള BJPയുടെ നേതൃത്വത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്രയും സമയം എന്നെ ക്ഷമയോടുകൂടി കേട്ടിരുന്ന എൻ്റെ മാധ്യമ പ്രവർത്തകർക്ക് 1000 നന്ദി പറയുന്നു. ശ്രീ രാജീവ് ചന്ദ്രശേഖർ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഞാൻ ഈ 2 യൂത്ത് ലീഡേഴ്സ് അനൂപും അരുൺ രാജിനെ BJPയിലേക്കും NDAയിലേക്കും സ്വാഗതം ചെയ്യുന്നു. അവർ സംസാരിച്ചു, ഈ ഇലക്ഷൻ നമ്മളെ യൂത്ത്, പുതിയ തലമുറേൻ്റെ ഭാവി തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനാണ്. അപ്പോൾ BJPൻ്റെ ഭാഗമായി അവർ നന്നായി പ്രവർത്തിക്കും. ആ ഭാവി സൃഷ്ടിക്കാൻ അവരുടെ ഒരു എഫേർട്ട് ഈ ടീം വികസിത കേരളത്തിൽ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. 2-3 കാര്യം ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സീനിയർ ലീഡർഷിപ്പും ഭാവി കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വരുന്നത്? ഇത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഇത് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. പണ്ട് കാലത്ത് കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ അവിടെ നേതാക്കന്മാരുണ്ടായിരുന്നു, ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, ഇൻഡിപെൻഡൻസ് എല്ലാം അതിനുവേണ്ടി ഒരു പോരാട്ടം നടത്തിയ പാർട്ടിയായിരുന്നു. പക്ഷേ എനിക്ക് പറയാൻ ഒരു മടിയില്ല, ഏറെ കോൺഫിഡൻസ് കൊണ്ട് പറയുന്നു ഞാൻ, ഇന്ന് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടിയിൽ ആർക്കെങ്കിലും വളരണമെന്നെങ്കിൽ, ഗ്രോ ചെയ്യണമെങ്കിൽ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധിൻ്റെ സൈക്കോ ഫെൻസ് ആവണം. അതൊരു ക്രൈറ്റീരിയയാണ്. അതല്ലെങ്കിൽ ഒരു മിനിമമായിട്ട് മുസ്ലിം ലീഗ് ജമാഅത്തിൻ്റെ പിന്തുണ ഉണ്ടാവണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ, നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരാണെങ്കിലും അവർക്ക് അവിടെ വളരാൻ കഴിയില്ല. ഇതാണ് സത്യം. ഇത് ഞാൻ രാഷ്ട്രീയം
ത്തിന് വേണ്ടിയിട്ടല്ല പറയുന്നത്. ഇതാണ് ഈ പാർട്ടി, കോൺഗ്രസ് പാർട്ടീൻ്റെ ഇന്നത്തെ നിലപാട്, ഇന്നത്തെ സ്ഥിതി. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ എത്രയോ മാസം മുമ്പേ പറഞ്ഞത്, ഈ നാടിനെ നന്നാക്കാൻ, ഈ നാട്ടുകാരുടെ ജീവിതം നന്നാക്കാൻ ആരാണെങ്കിലും കോൺഗ്രസ് എന്നാണോ CPM എന്നാണോ BJPയിൽ പങ്കെടുത്ത് BJPൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യും, സ്വീകരിക്കും. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ ഇന്ന് അനൂപിനെയും അരുൺരാജിനെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത്തേത്, ഇതിലൊരു സംശയമില്ല, 70 കൊല്ലം ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച വിവാദ രാഷ്ട്രീയം, പീഡന രാഷ്ട്രീയം, വികസനമില്ലാത്ത രാഷ്ട്രീയം, തൊഴിലില്ലായ്മ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയം, ഇതിനെല്ലാം സഹിച്ച് മടുത്ത് ജനങ്ങൾ പറയുന്നു മതിയായി. അതിൻ്റെ ഒപ്പം രാഷ്ട്രീയക്കാരും പറയുന്നു മതിയായി, കോൺഗ്രസ് എന്നും CPM എന്നും. അതുകൊണ്ടല്ലേ ഇത്ര ലീഡേഴ്സ് എല്ലാം BJPയിൽ NDAയിൽ വരുന്നത്. അത് കാണുമ്പോൾ, അത് കേൾക്കുമ്പോൾ സുരേഷും അനൂപ് പറഞ്ഞ പോലെ CPMന് അത് എന്താ സഹിക്കാൻ പറ്റുന്നില്ല. അവർ എന്തെല്ലാം പറയുന്നു, അവർക്ക് എന്താ ഒരു മാനസിക ഒരു പ്രോബ്ലമായി അവർ ആ പാർട്ടി മാറുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയക്കാരും ഇന്നലെ ഈ CPMകാർ പറഞ്ഞത് പറയോ? ഒന്നൊന്ന് ആലോചിക്കൂ. എലക്ഷൻ്റെ സമയത്ത് നമ്മൾ എന്തും പറയും, എന്തും ചെയ്യും എന്ന് അങ്ങനെ ആരും അങ്ങനെ ഒരു അനുവാദം കൊടുത്തിട്ടില്ലല്ലോ. ഈ നാട്ടിൽ നിയമങ്ങളുണ്ട്, ലോസ് ഉണ്ട്, മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്. ഇവർക്ക് ഇതറിയില്ലേ? എന്തും പറയാൻ പറ്റുമോ? അപ്പോൾ സുരേഷ് പറഞ്ഞ പോലെ, അഡ്വക്കേറ്റ് സുരേഷ്, ഞങ്ങൾ ജനറൽ സെക്രട്ടറി പറഞ്ഞ പോലെ, ഞങ്ങൾ അതിനെ അങ്ങനെ വിടില്ല. ഈ വ്യക്തി ഈ സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിച്ചില്ലെങ്കിൽ, 24 മണിക്കൂറിൽ CPM ആ സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിച്ചില്ലെങ്കിൽ ഈ വ്യക്തിൻ്റെ എതിരെ ക്രിമിനൽ ആക്ഷൻ കേസ് ഞങ്ങൾ ഫയൽ ചെയ്യും. കാരണം എലക്ഷൻ നമ്മൾ വിവാദം ഉണ്ടാവും, അഭിപ്രായം ഉണ്ടാവും, പക്ഷെ എന്തും പറയാനും ആർക്കും ഒരു അനുവാദം കൊടുത്തിട്ടില്ല. CPMൻ്റെ SC ലീഡേഴ്സ് BJPയിൽ വരുമ്പോൾ സങ്കടം ഓക്കെ ഉണ്ടായിക്കോട്ടെ, പ്രതിഷേധിക്കാം, പക്ഷെ എന്തും പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അത് CPM മനസ്സിലാക്കണം. 24 മണിക്കൂർ അത് പിൻവലിച്ചില്ലെങ്കിൽ, മാപ്പ് ചോദിച്ചില്ലെങ്കിൽ, ഞങ്ങൾ ആ വ്യക്തിൻ്റെ എതിരെ ക്രിമിനൽ കേസ് എടുക്കും. അതിനെ ലോജിക്കൽ കൺക്ലൂഷൻ വരെ ഞങ്ങൾ കൊണ്ടുപോകും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് ഉറപ്പ് തരാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ഈ CPMന് എന്താണ് ഇന്ന് എന്തൊരു പ്രയാസം, എന്താണ് സങ്കടം? ഒരു ഉദാഹരണം ഞാൻ പറയാം. 10 കൊല്ലം ഭരിച്ചു, എല്ലാം ശരിയാവും എന്ന് വാഗ്ദാനം കൊടുത്ത് 2 മാൻഡേറ്റ് കിട്ടിയ സർക്കാരാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സർക്കാർ. ഒരു 2 മാസം മുമ്പേ വലിയ പേപ്പറിലെല്ലാം അഡ്വർടൈസ്മെൻ്റ് എടുത്തു, ദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു. അത് ശരിയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ എന്താണ് സത്യം? മുഖ്യമന്ത്രി പറയുന്നു ദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ് കേരളം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് പിന്തുണ ഒരു ബൂസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഒരു MP പറയുന്നു ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഭയങ്കര ലോ ആണ് കേരളത്തിൽ. എന്താണ് സത്യം? അട്ടപ്പാടിയിൽ ട്രൈബൽ മേഖലയാണ്, 115 ഇൻഫൻറ്റ് ഡെത്ത് ആണ് നടന്നിരിക്കുന്നത് അട്ടപ്പാടിയിൽ. ഇതാണ് സത്യം. ഈ RTI ഇന്ന് കിട്ടിയ ഈ ഫാക്റ്റാണ് ശരിക്കും 10 കൊല്ലം ഭരിച്ച CPMൻ്റെ ഒരു ഗിഫ്റ്റ്, ഒരു റിസൾട്ട്. ആരോഗ്യ മേഖല
ഒരു ബേസിക് ഹെൽത്ത് കെയർ ജനങ്ങളുടെ ജനമാവകാശമാണ്. 70 കൊല്ലം കോൺഗ്രസും CPM ഭരിച്ചിട്ട് ഇന്നും അട്ടപ്പാടിയിൽ ഇങ്ങനെ ഒരു സ്ഥിതിയാണെന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ CPM-ഉം കോൺഗ്രസ്സിന് ഒരു താല്പര്യമില്ല. ബാക്കിയെല്ലാം എന്നെക്കുറിച്ച് നുണ പറഞ്ഞ് എന്തെങ്കിലും വിവാദങ്ങൾ സൃഷ്ടിച്ച് പ്രചരണം നടത്തി ഇലക്ഷൻ്റെ 10-20 ദിവസം മുമ്പേ ജനങ്ങൾ ശ്രദ്ധ തിരിക്കാൻ ഓരോന്ന് പറയാ. പക്ഷെ ജനങ്ങൾ അവസരം തന്നിട്ടുണ്ട്. 70 കൊല്ലം കോൺഗ്രസിനും CPM-നും അവസരം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് 2025-26 ഇതാണ് സ്ഥിതി അട്ടപ്പാടിൻ്റെ. എന്നിട്ടാണ് ഹോർഡിങ്ങിൽ പറഞ്ഞത് മറ്റാരാണെന്ന്. ഞാൻ പറഞ്ഞുതരാം, അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. മറ്റ് ആരാണെന്ന് മാറ്റം ഈ ഇലക്ഷനും ജനങ്ങൾ തീരുമാനിക്കേണ്ടത് BJP NDA ആണ്. ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല എല്ലാം തകർന്നു കിടക്കുമ്പോൾ മറ്റാരാണെന്ന് CPM ചോദിക്കുമ്പോൾ ജനങ്ങൾ ഈ ഇലക്ഷനിൽ ഒരു കൃത്യമായ ഒരു ഉത്തരം കൊടുക്കാൻ പോകുന്നു. മതിയായി, മാറ്റം തുടങ്ങാം. ഇനി നമുക്ക് വേണ്ടത് വികസിത കേരളമാണ്. വികസനം ഉള്ള 140 നിയോജക മണ്ഡലമാണ്. ഇതാണ് ജനങ്ങൾ ഈ ഇലക്ഷൻ പറയാൻ പോകുന്നത്. പിന്നെ ഞാൻ മാധ്യമ സുഹൃത്തോട് ഞാൻ ഒരു ലാസ്റ്റ് പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും രാഷ്ട്രീയ വിദ്വാന്മാരാണ്, കണക്കെല്ലാം ചെയ്യുന്ന ആൾക്കാരാണ്. 1 സീറ്റ്, 2 സീറ്റ്, 4 സീറ്റ്, 10 സീറ്റ് എല്ലാം പറയും. ഞാൻ ഇന്ന് ഉറപ്പ് എഴുതി വെച്ചോളൂ, ഈ ഇലക്ഷനിൽ NDAക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട്, അതും അപ്രതീക്ഷിതമായ സീറ്റിൽ NDA ജയിക്കുമെന്ന് ഞാൻ ഇന്ന് ഉറപ്പ് തരാൻ ആഗ്രഹിക്കുന്നു. കാരണം ആ ഫീഡ്ബാക്കാണ് ഞങ്ങൾ കിട്ടുന്നത്. കാത്തിരുന്നാൽ മതി CPM-നും കോൺഗ്രസിനും, അവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷെ ഈ ഇലക്ഷൻ നിർണായകമായ ഇലക്ഷനാണ്, ഭാവി തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനാണെന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അത് എത്ര ഹോർഡിങ് വെച്ചാലും, എത്ര സോഷ്യൽ മീഡിയ ട്രോൾ വഴി കോൺഗ്രസും CPM പ്രചരണം നടത്താൻ ശ്രമിച്ചാലും മാറ്റം ഈ ഇലക്ഷൻ വഴി വരും. BJP NDAക്ക് ഒരു നല്ല മാൻഡേറ്റ് ഈ ഇലക്ഷനിൽ കിട്ടും എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. $115 ഇൻഫന്റ് ഡെത്ത് ഇൻ അട്ടപ്പാടി. എത്ര വർഷം എൻ്റെ അടുത്തില്ല, അതില്ല ഡീറ്റെയിൽ, അതൊന്നും അറിയില്ല. RTI കിട്ടിയ ഡേറ്റ സന്ദീപ് തരും. ഇന്നും നാളെയും. നാളെ പറയാം. അത് 4-ാം തീയതി മെയ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അല്ല, അത് ഞങ്ങൾ കീശയിൽ വയ്ക്കാം കണക്ക്. അത് 4-ാം തീയതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. എനിക്ക് വളരെ ആത്മവിശ്വാസമുണ്ട് ഈ ഇലക്ഷനിൽ വലിയ മാറ്റം വരാൻ പോകുന്നു. ഞാൻ ആവശ്യപ്പെടുന്ന മാറ്റമല്ല കേട്ടോ, ജനങ്ങളുടെ ആവശ്യമാണ് ഈ മാറ്റം. അവരാണ് പറയുന്നത്. ഞാനിപ്പോൾ ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ, അവരെന്നെ പറയുന്നു മതിയായി. ഈ മതിയായി എന്ന സ്ലോഗൻ ഞങ്ങളുടെ സ്ലോഗൻ അല്ല, ഈ മുദ്രാവാക്യം ഞങ്ങളൊരു ക്രിയേറ്റീവ് ടീം ഉണ്ടാക്കിയ മുദ്രാവാക്യം ഒന്നല്ല. ഈ മതിയായി എന്ന് ജനങ്ങൾ പറഞ്ഞ് മനസ്സിലായിട്ടാണ് ഞങ്ങൾ മുദ്രാവാക്യമാക്കിയത്. ഈ MLA മതിയായി. അത് എത്ര, ഞാൻ ധർമ്മടത്തിൽ അതല്ലേ കേട്ടത്, പരവൂരിൽ അതല്ലേ കേട്ടത്, നേമത്തിൽ അതല്ലേ കേൾക്കുന്നത്. അവരെന്താ പറയുന്നത്? മതിയായി, ഞങ്ങൾക്ക് വേണം, ഇനി ഒരു പ്രവർത്തിക്കുന്ന ഒരു MLA വേണം, ഞങ്ങൾക്കൊരു വികസനം സൃഷ്ടിക്കുന്ന ഒരു സർക്കാർ വേണം. അത് ജനങ്ങൾ പറയുന്നു.